viewers, welcome to my YouTube channel. So ഇന്നത്തെ എൻ്റെ വീഡിയോ കുർത്തി ഹോളാണ്. ഞാൻ ഇൻസ്റ്റഗ്രാം സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് കുർത്തീസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് ഓഫീസിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ എവിടെ പോകാനാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് കുർത്തീസാണ്. ഏത് സീസണിലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുർത്തീസാണ് ഇതൊക്കെ. സോ ഫസ്റ്റ് വൺ ഈ ഒരു കുർത്തിയാണ്. ഈ ഒരു കുർത്തീൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ പാൻസും അവൈലബിൾ ആണ്. ഇതിൻ്റെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു റെഡ് കളറാണ്, ഒരു ഡാർക്ക് റെഡ് കളറാണ് വരുന്നത്. പക്ഷേ എന്നാൽ അങ്ങനെ നമ്മുടെ ഐസിന് അങ്ങനെ ബ്രൈറ്റ് ആയിട്ട് ഇരിക്കത്തുമില്ല. ഡിസൈൻ ആണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഓവർ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനും ഇല്ല. വളരെ പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ, ഇങ്ങനെ കുറച്ച് ഡിസൈൻസ് മാത്രമേ ഉള്ളൂ. ഓവറോൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഫുള്ളി വരുന്നത്. വേറെ അഡീഷണൽ ആയിട്ടുള്ള ഡിസൈൻസ് ഒന്നും വരുന്നില്ല. ബോർഡേഴ്സ് ആണെങ്കിലും ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ബോർഡേഴ്സാണ്. ഇനി നെക്ക് നോക്കുവാണെങ്കിലും വി നെക്കാണ് വരുന്നത്. എന്നാൽ അത്ര അങ്ങനെ ഡീപ്പായിട്ടുള്ള നെക്കൊന്നുമല്ല, ജസ്റ്റ് ഒരു വി നെക്കാണ് വരുന്നത്. അങ്ങനെ ഡീപ്പായിട്ടുള്ള അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. മെറ്റീരിയൽ നോക്കുവാണെങ്കിലും വളരെ കംഫർട്ടബിളാണ്. കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. സോ നമുക്ക് സമ്മർ സീസണിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുർത്തിയാണിത്. നല്ല വെൽ ഫിറ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയായിട്ടാട്ടോ എനിക്കിത് ഇട്ടപ്പോൾ തോന്നിയത്. ചില കുർത്തീസൊക്കെ ഇടുന്ന സമയത്ത് കുറച്ചൊരു സൈസ് ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഈ ഒരു കുർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ലൂസായി കിടക്കുന്ന കുർത്തിയാണ്. പക്ഷെ നമുക്കങ്ങനെ മേലെ ഒന്നും ലൂസായി കിടക്കുന്നില്ല. താഴോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ലൂസായി കിടക്കുന്നതാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഓൾട്ടർ ചെയ്തിട്ട് ഇപ്പം ചിലർക്ക് നല്ല ഷേപ്പിലൊക്കെ കിടക്കണമെങ്കിൽ നമുക്ക് ഓൾട്ടർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നല്ല ഫ്രീ ആയിട്ട് കുറച്ച് എയറൊക്കെ കയറുന്ന രീതിയിലുള്ള ഡ്രസ്സ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കുർത്തി ഒരു അടിപൊളി ചോയ്സാണ്. ഇതിൻ്റെ സ്ലീവ്സ് നോക്കുവാണെങ്കിലും 3/4 ആണ് സ്ലീവ്സിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഭയങ്കര സിമ്പിളാട്ടോ ഇതിൻ്റെ എല്ലാ ഡിസൈൻസ് വൈസ് നോക്കിയാലും. ബോർഡേഴ്സൊക്കെ വളരെ സിമ്പിളാണ്. അങ്ങനെ തീരെ പ്രത്യേകിച്ച് ഓവറായിട്ടുള്ള ഒരു ഡെക്കറേഷൻസോ ഒന്നുമില്ല. നല്ല കംഫർട്ടബിളാണ്. പിന്നെ പാൻറ്റിനാണെങ്കിലും ഒരു സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ല വേർതി ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. പിന്നെ ഈ കാണിക്കുന്ന കുർത്തീസ് എല്ലാം അണ്ടർ 1000 വരുന്ന കുർത്തീസാണ്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നോർമലി തന്നെയാണ് കട്ടിങ് വരുന്നത് നെക്കിൻ്റെ. പിന്നെ സ്ലീവ്സ് ആണെങ്കിലും കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഒരു ബലൂൺ ഫിറ്റ് പോലെ വരുന്ന ഒരു സ്ലീവ്സ് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സാധാ ഒരു പ്ലെയിനായി കിടക്കുന്ന സിമ്പിളായി കിടക്കുന്ന സ്ലീവ്സ് അല്ല. അതിൻ്റെ ഒരു സ്റ്റൈലിന് തന്നെ കുറച്ച് വ്യത്യാസമുണ്ട്. അത്യാവശ്യം ലെങ്ത്തും ഉണ്ട് ഈ ഒരു കുർത്തിക്ക്. സോ നല്ല കംഫർട്ടബിളാണ്. പ്രത്യേകിച്ചും സമ്മർ സീസണിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെയർ ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അത്യാവശ്യം എയറൊക്കെ കയറുന്ന ടൈപ്പ് ഒരു കുർത്തി ആയതുകൊണ്ട് തന്നെ നല്ലൊരു സുഖം ഉണ്ടാവും ഈ ഒരു കുർത്തി ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ചില കളറൊക്കെ ഇളകിപ്പോലോ കഴുകുന്ന സമയത്ത്, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. സോ നെക്സ്റ്റ് വൺ ഈ ഒരു കുർത്തിയാണ്. ഈ ഒരു കുർത്തി കുറച്ചും കൂടി ഷേപ്പിൽ കിടക്കുന്ന ഒരു കുർത്തിയാണ്. അങ്ങനെ ലൂസായി കിടക്കുന്ന കുർത്തിയല്ല, വളരെ സിമ്പിളാണ്. ഇതിൻ്റെ നെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്ക് മാത്രം ഇങ്ങനെ വി പോലെ വരുന്ന ടൈപ്പ് ഒരു നെക്കാണ്. പിന്നെ ഇത് കൂടുതലായിട്ടും ക്രീം കളർ പാൻസിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും കുറച്ചും കൂടി മാച്ച്, അല്ലെങ്കിൽ റെഡ് കളർ പാൻസിൻ്റെ കൂടെ മാച്ച് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു കുർത്തി ഇഷ്ടമായി. കാരണം പ്രത്യേകിച്ച് ഓൾട്ടറിങ്ങിൻ്റെ ആവശ്യം ഒന്നും വന്നിട്ടില്ല. ഇതിൻ്റെ സ്ലീവ്സ് ആണെങ്കിലും 3/4 ആണ് സ്ലീവ്സ് വരുന്നത്. മെറ്റീരിയൽ ആണെങ്കിലും നോക്കുവാണെങ്കിൽ അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലേ അല്ല. ഇത് ജസ്റ്റ് ടോപ്പ് മാത്രമേ അവൈലബിൾ ഉള്ളൂ, പാൻറ്റ് കിട്ടത്തില്ല. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു പോക്കറ്റും കൂടി അവൈലബിൾ ആട്ടോ. അപ്പം ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുർത്തിയും വേർത്തി ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഈ കളർ കോമ്പിനേഷനും ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും മാച്ച് ആവുന്ന ടൈപ്പ് ഒരു കളറാണ്. നെക്സ്റ്റ് വണ്ണും സെയിം സൈറ്റിൽ നിന്ന് തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. സോ ഈ ഒരു കുർത്തിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ലൂസ് ആയിട്ടുള്ള കുർത്തിയാണ്. ഈ കുർത്തിക്കും നമുക്ക് സൈഡ് പോക്കറ്റ്സ് അവൈലബിൾ ആണ്. 3/4 ആണ് ഇതിൻ്റെയും സ്ലീവ്സ് വരുന്നത്. നെക്ക് എന്ന് പറയുമ്പം വി ഷേപ്പ് ആണ് നെക്ക് വരുന്നത്. പുറകിലും നോക്കിക്കഴിഞ്ഞാൽ വി ഷേപ്പ് തന്നെയാണ് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആണ്. കാരണം എന്ന് വെച്ചാൽ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഈ ഒരു കുർത്തീൻ്റെ കൂടെ കൂടുതലായിട്ടും ഒന്നെങ്കിൽ വൈറ്റ് ലെഗിങ്സ് മാച്ച് ആവും, അല്ലെങ്കിൽ ബ്ലാക്ക് പാൻസും മാച്ച് ആവും. ബ്ലാക്ക് പാൻസ് എന്ന് വെച്ചാൽ ലൂസ് പാൻസും മാച്ച് ആവും, അല്ലെങ്കിൽ ലെഗിങ്സും മാച്ച് ആവും. അപ്പോൾ ഇങ്ങനെ ഒരു ബട്ടൺ ക്ലോഷർ ആട്ടോ ഈ ഒരു കുർത്തിയുടെ നെക്കിൽ വരുന്നത്, ബാക്കിൽ. ഇങ്ങനെയാണ് ക്ലോസപ്പ് ആയിട്ടുള്ള വ്യൂ. വൈറ്റ് ഫ്ലോറൽ ഡിസൈനാണ്. പിന്നെ ചെറുതായിട്ട് യെല്ലോൻ്റെ ഒരു ഡിസൈനും കൂടി വരുന്നുണ്ട്. ലൈനിങ് ഒന്നും വരില്ല, പക്ഷെ അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലും അല്ല കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്. അങ്ങനെ തീരെ ഭയങ്കര കട്ടിയായിട്ടുള്ളൊരു മെറ്റീരിയൽ ഒന്നുമല്ല. നമുക്ക് ഇടാനാണെങ്കിലും നല്ല സുഖമായിരിക്കും. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിലെ നെക്ക് വരുന്നത്. ഈ
ഈ കുർത്തി ഞാൻ വേറെ ഇൻസ്റ്റാഗ്രാം സൈറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കുർത്തി എനിക്ക് കുറച്ചൊരു ലൂസ് മോഡലായിരുന്നു, ഓൾട്ടർ ചെയ്യേണ്ട ഒരു ആവശ്യം വരും. സ്ലീവ്സ് ആണെങ്കിലും ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത്. പിന്നെ പാറ്റേൺ ആണെങ്കിലും കളർ കോമ്പിനേഷൻ ആണെങ്കിലും എനിക്കിഷ്ടമായി. ഒരു ഓവറോൾ ഒരു ഗ്രീൻ കളറാണ് വരുന്നത്. പിന്നെ ലെങ്ത് ആണെങ്കിലും നോക്കുവാണെങ്കിൽ അങ്ങനെ ഓവർ ലെങ്തി അല്ലാത്തൊരു കുർത്തി കേട്ടോ ഇത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ചാൽ കോട്ടൺ ആണ്. സോ നല്ല കംഫർട്ടബിൾ ആണ്. നമ്മൾ കഴുകിയിടുന്ന സമയത്ത് അങ്ങനെ നിറം പോകത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ നെക്ക് നോക്കുവാണെങ്കിൽ കുറച്ച് വെറൈറ്റി ഉണ്ട്. കോളർ ടൈപ്പ് നോക്കുവാണെങ്കിൽ ഒരു ചൈനീസ് കോളർ മോഡലാണ് വരുന്നത്. ഫ്രണ്ടിലോട്ടാണെങ്കിലും വി പോലെ കുറച്ചൊരു ഡീപ്പ് നെക്കാട്ടോ ഇതിൻ്റെ നെക്ക് വരുന്നത്. ഇതും സെയിം സൈറ്റിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഡിസൈൻ മാത്രമേ മാറ്റുള്ളൂ, ബാക്കി സ്റ്റൈലിംഗ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യം വരും, കാരണം കുറച്ച് ലൂസായിട്ടാണ് ഇതിൻ്റെ സ്ലീവ്സ് ഒക്കെ കിടക്കുന്നത്. അതർവൈസ് നല്ല കുർത്തീസാണ് രണ്ടും. ഇത്രയും കാണിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമായ കുർത്തി ഏതാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.